അങ്ങ് ഫ്രാൻസിൽ 30 കോടി രൂപ ശമ്പളമുള്ള ഒരു ജോലിയുണ്ട്. ലൈറ്റ് ഒന്ന് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്താൽ മാത്രം മതി. നിങ്ങളെ നിയന്ത്രിക്കാൻ അവിടെ ഒരു ബോസോ മാനേജറോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്കവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനുറങ്ങാം, എണീക്കാം, ഇഷ്ടമുള്ള ഹോബീസ് എല്ലാം ചെയ്യാം. ഈ ലൈറ്റ് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ജോലിയിൽ പ്രവേശിച്ച് കൃത്യം 1 വർഷം കഴിയുമ്പോൾ 30 കോടി രൂപ നിങ്ങളുടെ കയ്യിലുമെത്തും. ഇത്രയും നിസ്സാരമായ ജോലിക്ക് ഇത്ര വരുമാനമോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഇതത്ര നിസ്സാരമായ ഒരു പണിയല്ല. ഒരുപക്ഷെ ജീവൻ പോലും അപകടത്തിലായേക്കാം. നിങ്ങൾ ഈ ജോലി ചെയ്യേണ്ടത് മറ്റെവിടെയുമല്ല, കടലിനു മുകളിലെ കൂറ്റൻ ലൈറ്റ് ഹൗസിനുള്ളിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച ജോലികളിലൊന്നാണ് ലൈറ്റ് ഹൗസിലെ ജോലി എന്നത്. ഒറ്റയ്ക്കാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്യേണ്ടി വരിക. ഒന്ന് സംസാരിക്കാൻ പോലും അവിടെ നിങ്ങൾക്കാരും തന്നെ ഉണ്ടായിരിക്കില്ല. കൂടാതെ ഇടയ്ക്ക് അതിശക്തമായ കൊടുംകാറ്റും വലിയ തിരമാലകളുമെല്ലാം ലൈറ്റ് ഹൗസിലെ ജോലി കൂടുതൽ ഭയാനകമാക്കി തീർക്കും. ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായി വരുന്നവർക്ക് മാത്രമേ ഈ ജോലിയിൽ പ്രവേശിക്കാനാകൂ. എന്നാൽ എന്തിനായിരിക്കാം ഈ ലൈറ്റ് ഹൗസുകൾ നിർമ്മിച്ചിരിക്കുന്നത്? ഇതിലെ ലൈറ്റ് എപ്പോഴും ഓൺ ആക്കിയിടുന്നത് എന്തിനാണെന്നൊക്കെ അറിയണമെങ്കിൽ ലൈറ്റ് ഹൗസിന്റെ ചരിത്രം തേടി പോകണം. അതിന്റെ തുടക്കം പുരാതന കാലം തൊട്ടാണ് ആരംഭിക്കുന്നത്. ദൂരയാത്രകളിൽ അന്നെല്ലാം കൂടുതലായും ഉപയോഗിച്ചിരുന്നത് കപ്പൽ യാത്രകളായിരുന്നു. അപകടം നിറഞ്ഞ ഇത്തരം യാത്രകളിൽ ദിശ അറിയാനുള്ള ആകെ ഉണ്ടായിരുന്ന ഉപകരണം വടക്കുനോക്കി യന്ത്രം മാത്രമായിരുന്നു. എന്നാൽ പലപ്പോഴും അത് ശരിയാകണമെന്നുമില്ല. കൂടാതെ സ്ഥാനനിർണയത്തിനായി വെള്ളത്തിന്റെ ആഴം, കാറ്റിന്റെ ഗതി, തിരമാലകളുടെ പാറ്റേൺ തുടങ്ങിയവയെല്ലാം അക്കാലത്ത് ആളുകൾ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും രാത്രികാലങ്ങളിൽ പ്രായോഗികമായിരുന്നില്ല. അതിനാൽ തന്നെ നിരവധി കപ്പലുകളാണ് യാത്രക്കിടെ അപകടത്തിൽപ്പെട്ടത്. ഈ നിരന്തരമായ കപ്പൽ അപകടത്തെ തുടർന്നാണ് ലൈറ്റ് ഹൗസ് എന്ന ആശയം തന്നെ ഉടലെടുക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസിന്റെ ഉത്ഭവം അങ്ങ് ഈജിപ്തിൽ നിന്നാണ്. ഫാറോസ് ഓഫ് അലക്സാൻഡ്രിയ എന്നറിയപ്പെട്ട ഇത് പുരാതന കാലത്തെ അത്ഭുത നിർമ്മിതികളിൽപ്പെട്ട ഒന്നാണ്. മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന പുരാതന നഗരമായിരുന്നു അലക്സാൻഡ്രിയ. കച്ചവട പാരമ്പര്യം വളരെയേറെ പ്രഗത്ഭമായിരുന്നു അവിടെ. ടോളമിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു അന്ന് അലക്സാൻഡ്രിയ ഉണ്ടായിരുന്നത്. മാത്രമല്ല അലക്സാൻഡ്രിയയുടെ സ്ഥാനം കുറേയേറെ പാറക്കൂട്ടങ്ങൾക്കപ്പുറമായതിനാൽ തന്നെ കച്ചവട കപ്പലുകൾ തീരത്തെത്തിക്കുക എന്നത് വളരെ പ്രയാസമായ ഒരു പണിയായിരുന്നു. പല കപ്പലുകളും ഈ പാറക്കൂട്ടത്തിൽ തട്ടി മുങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട്. അത് തന്റെ രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കാൻ തുടങ്ങിയതോടെയാണ് അതിനൊരു വഴി കണ്ടെത്താൻ ടോളമി തീരുമാനിക്കുന്നത്. തുടർന്നാണ് അന്നത്തെ പ്രമുഖ വാസ്തുശില്പിയായിരുന്ന സോസ്ട്രാറ്റോസിനെയും സെനിട്രസിനെയും അദ്ദേഹം ആ പണിയേൽപ്പിക്കുന്നത്. ടോളമി ഐസോട്ടർ BC 305 രാജാവായതിനു ശേഷമാണ് ഈ ലൈറ്റ് ഹൗസിന്റെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ മകന്റെ ഭരണകാലത്താണിത് പൂർത്തിയായത്. അതായത് 12 വർഷത്തോളം വേണ്ടിവന്നു ഈ ലൈറ്റ് ഹൗസ് പൂർത്തിയാക്കാൻ. എന്നാൽ പൂർത്തിയായി വന്നപ്പോൾ അത് ലോകത്തിലെ തന്നെ ഒരു അത്ഭുതമായി മാറി. കൂടാതെ കച്ചവടം കൂടുതൽ സുഗമമാക്കാനും സഹായിച്ചു. 384 അടി ഉയരമുള്ള ഇത് വെള്ള മാർബിൾ കൊണ്ട് തീർത്തതായിരുന്നു. ആദ്യകാലങ്ങളിൽ ലൈറ്റിനു പകരം തീയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാൻഡിലും ഗ്യാസ്, ഓയിൽ ലാമ്പുകളുമെല്ലാം ഇതിൽ ഉപയോഗിച്ചിരുന്നു. തുടർന്ന് വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോടെയാണ് ബൾബുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. 1500 വർഷത്തോളം അത് നാവികർക്ക് വഴികാട്ടിയായി നിലകൊണ്ടു. ഒടുവിൽ ഒരു വൻ ഭൂകമ്പത്തെ തുടർന്ന് അത് കടലിനടിയിലായി പോയി. എന്തായാലും ടോളമിയുടെ ഈ ഒരു ആശയമാണ് പിന്നീട് ലോകത്തിൽ ലൈറ്റ് ഹൗസ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇത്തരം ലൈറ്റ് ഹൗസ് ജോലികളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഇത്തരം ഒരു ജോലി ഏറ്റെടുക്കാൻ തയ്യാറാകുമോ?